ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സിഞ്ചു ടെക് ഷെയർ. ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ലോജിടെക്കിന്റെ മീറ്റപ്പ് എന്ന് പറയുന്ന ഡിവൈസ് ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് ലോജിടെക്കിന്റെ മീറ്റപ്പ് എന്ന് പറയുന്ന ഡിവൈസ്. ഈ ഡിവൈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൈക്ക്, സ്പീക്കർ, ക്യാമറ 3 ഡിവൈസും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സ്മോൾ കോൺഫറൻസ് റൂം സെറ്റപ്പിന് വേണ്ടിയാണ്. ഈ യൂണിറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നിലവിലുള്ള എല്ലാ കോൺഫറൻസിംഗ് സൊല്യൂഷൻസുമായിട്ടും ഇത് കോമ്പാറ്റബിൾ ആണ്. ലൈക്ക് ടീംസ്, സൂം, സിസ്കോന്റെ വെബ് തുടങ്ങിയ എല്ലാ സൊല്യൂഷൻസിനും ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇവിടെയായിട്ടാണ് എന്റെ സീൽ വരുന്നത്. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ബോക്സുകൾ കാണുന്നുണ്ട്. ഇതൊരു ഹോളോ ബോക്സ് ആണ്, ജസ്റ്റ് സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ബോക്സ് വരുന്നുണ്ട്. ഇതിലാണ് പവർ അഡാപ്റ്റർ, ഒരു USB കേബിള്, റിമോട്ട്, ബുക്ക്ലെറ്റ്, ഒരു ചെറിയൊരു മൗണ്ടിങ് യൂണിറ്റ്. ഓക്കെ, ഇനിയാണ് ഈ യൂണിറ്റ് വരുന്നത്. ഇതാണ് ലോജിടെക്കിന്റെ മീറ്റപ്പ് ക്യാമറ, സ്പീക്കർ വിത്ത് മൈക്ക്. ഇനി നമുക്ക് ഓരോ യൂണിറ്റുകളായിട്ട് പരിചയപ്പെടാം. ഇത് ടൈപ്പ് സി കേബിളാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് 5 മീറ്റർ ലെങ്ത്തുള്ള ടൈപ്പ് സി USB കേബിളാണ്. ഈ കേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിവൈസും നമ്മുടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ബുക്ക്ലെറ്റിൽ വരുന്നത് ഒരു റിമോട്ട് കൺട്രോളർ, പിന്നെ സെറ്റപ്പ് ഗൈഡ് വരുന്നുണ്ട്, പിന്നെ ഈ റിമോട്ട് കൺട്രോളിൻ്റെ ബാറ്ററി എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കാര്യങ്ങൾ. ഇത് 2 CMOS ബാറ്ററിയാണ് വരുന്നത്. പിന്നെ നോർമൽ വരുന്ന ബുക്ക്ലെറ്റും കാര്യങ്ങളാണ്. ഈ റിമോട്ട് കൺട്രോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്ക്രൂ ഉണ്ട്. അത് അൺസ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 CMOS ബാറ്ററിയുടെ ബിൽറ്റിനായിട്ട് 2 ബാറ്ററി ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അത് ഇൻസെർട്ട് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഇതിൽ വരുന്ന ബട്ടൺസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂട്ട് ബട്ടൺ വരുന്നുണ്ട്, ഒരു കോൾ അറ്റൻഡ്, കോൾ ഡിസ്കണക്ട്, ബ്ലൂടൂത്ത് പെയർ ചെയ്യുന്നൊരു ഓപ്ഷൻ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, സൂം ഇൻ, സൂം ഔട്ട്, പിന്നെ ക്യാമറ അലൈൻ ചെയ്യുന്നത്. ഇതൊരു PTZ ക്യാമറയാണ്. മീനിങ് നമുക്ക് ഈ ക്യാമറ ഇങ്ങോട്ടോ എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് ഫോക്കസ് ചെയ്യാനും എല്ലാത്തിനും ഈ ബട്ടൺ വെച്ച് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന 2 ബട്ടൺസ് ആണ്. ഈ 2 ബട്ടൺസിൽ നമുക്ക് ഓരോ 2 ഡിസൈഡ് ആയിട്ടുള്ള 2 പൊസിഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഈ ബോക്സിൽ വരുന്നത് പവർ അഡാപ്റ്റർ ആണ്. 12 വോൾട്ട് 1.5 ആംപിയർ വരുന്ന പവർ അഡാപ്റ്റർ ആണ്. ഇതിൻ്റെ പിന്ന് വരുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന 2 ടൈപ്പ് കണക്ടേഴ്സ് വരുന്നുണ്ട്. ഒന്ന് നമ്മളിവിടെ UAE യൂസ് ചെയ്യുന്ന 3 പിൻ, ഇത് പിന്നെ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ്. അപ്പോൾ ഇവിടെ എന്തായാലും ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. ഇതിങ്ങനെ കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് മിനി മീറ്റപ്പ് എക്യുപ്മെൻറ്റ്. ഇതിൻ്റെ പുറകിലായിട്ട് ഒരു ടൈപ്പ് സിയുടെ സോക്കറ്റ് വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ കേബിൾ പ്ലഗ് ചെയ്യുന്നത്. പിന്നെ പവർ കണക്ട് ചെയ്യുന്ന സോക്കറ്റ്, പിന്നെ മൈക്ക്. ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതിൻ്റെ മൈക്കിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്റർ റേഡിയസിൽ വരുന്ന ഓഡിയോ ആണ് ഇത് റെക്കോർഡാകുന്നത്. അതിൽ എബോവ് ഓഡിയോ ഉണ്ടെങ്കിൽ ഇവർ എക്സ്റ്റൻഡഡ് മൈക്ക് യൂസ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടാണിത്. അതുകൂടാണ്ട് ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു യൂസേഴ്സ് എന്ന് പറയുന്നത് 4 to 6 ആണ്. എബോവ് 6 യൂസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്റ്റൻഡഡ് മൈക്ക് യൂസ് ചെയ്യുന്നതിനാണ് ഇവർ പറയുന്നത്. ആ ടൈമിലും നമുക്ക് ഈ എക്സ്റ്റൻഡഡ് മൈക്ക് കണക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇതൊരു PTZ ക്യാമറയാണ്, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മൂവ് ചെയ്യുക, ഒരു ഷെയ്ക്ക് ഉണ്ടാവും. പക്ഷേ ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് റിജിഡായിട്ട് തന്നെ നിൽക്കും. നമ്മൾ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് റിമോട്ട് ഉപയോഗിച്ച് ആ പൊസിഷനിലോട്ട് ലോക്ക് ആയിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് എങ്ങനെ വരുമെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ ബ്രാക്കറ്റ് ടേബിളിൽ ഫിക്സ് ചെയ്യുന്നു. ടേബിളിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ യൂണിറ്റ് ജസ്റ്റ് ഇവിടെ ഒരു ഹോൾ കാണുന്നുണ്ട്. ഇതിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അവിടെ നിന്ന് സ്ലൈഡ് ചെയ്യില്ല, ഇത് അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നോളും. അതിന് വേണ്ടിയുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്. നമുക്ക് ഈ ഡിവൈസിൽ നിന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ബും എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ക്യാമറ തനിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ലൊക്കേഷനിലോട്ടും. ഓക്കെ, ഇപ്പോൾ സ്റ്റഡിയായി. അത്രയേ ഉള്ളൂ ടൈം എടുക്കുള്ളൂ ഇത് ഓണായി വരാനായിട്ട്. ചെറിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ അകത്തുള്ളൂ. നമുക്കിനി ഇത് നമ്മുടെ ലാപ്ടോപ്പായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന്. ഓക്കെ, അപ്പോൾ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ടൈപ്പ് സി കേബിൾ കണക്ട് ചെയ്തു. മറ്റേ എൻ്റെ നമ്മൾ USB ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് എൻ്റെ ലാപ്ടോപ്പ് കാണുന്നത് എൻ്റെ ഈ ക്യാമറയാണ്. അത് നമുക്ക് ഇവിടെ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്യാമറ ഇപ്പോൾ ഇത് പ്ലഗ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് റൂം സ്കാനിങ് പോലൊരു ഇത് നടക്കും. അതിന് ശേഷം പിന്നെ നമുക്കും ഇത് റിമോട്ടിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മൂവ് ആവും കാണുന്നുള്ളത്. അതുപോലെ വോളിയം കൂട്ടാൻ കുറക്കാനും കാണിക്കും. ഇവിടെ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ സൂം ഇൻ, സൂം ഔട്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേറൊരു ഫീച്ചർ ഇവർ പറയുന്നത് ഇത് ബ്ലൂടൂത്ത്. അപ്പോൾ നമ്മുടെ ഫോണുകളായിട്ട് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്തിട്ട് ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ മീറ്റപ്പ് യൂണിറ്റിൻ്റെ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് 4K അൾട്രാ HD ക്യാമറയാണ്. ഇത് 5x വരെ സൂം ഫെസിലിറ്റി ഇതിൽ അവൈലബിൾ ആണ്.
അതായത് നമുക്ക് ഈ ഇത് വെച്ചിട്ട് സൂം ചെയ്യാം, 5x വരെ സൂം ചെയ്യാനും ഫോക്കസ് ചെയ്യാനും പറ്റും. ഇതിൽ വരുന്ന മറ്റൊരു ഫീച്ചറാണ് റൈറ്റ് സൈറ്റ്. റൈറ്റ് സൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ഇതിന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫേസ് എടുത്തിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ക്യാമറ തനിയെ അയാളെ ഫോളോ ചെയ്ത്, അതായത് ഇതിൻ്റെ ഒരു ആംഗിൾ ഉണ്ട്, ആ ആംഗിളിൽ വരുന്ന ലൊക്കേഷനിൽ ഫോളോ ചെയ്യും. മറ്റൊരു ഫീച്ചർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരു 4-5 പേര് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാളെ കൂടുതൽ ഫോക്കസ് ചെയ്യും. അതിനുശേഷം മറ്റൊരു സ്പീക്കർ സംസാരിക്കുകയാണെങ്കിൽ പിന്നീട് അയാളായിരിക്കും ഫോക്കസ് ചെയ്യുക. അതിനനുസരിച്ച് മൈക്ക് കാര്യങ്ങളെല്ലാം അങ്ങോട്ടേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന മോഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് USB കേബിളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലാപ്ടോപ്പിൽ നമുക്ക് സോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഏത് ക്യാമറ വേണം, സ്പീക്കർ ഏത് വേണം, മൈക്ക് ഏത് വേണം എന്നെല്ലാം നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അത് സൂമോ ടീംസോ എന്തെങ്കിലും ആണെങ്കിൽ അവിടെയും നമുക്കിത് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഏതാണ് ഡിവൈസ് എന്നുള്ളത് പോയിന്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യേണ്ടത്. ഈ ലോജിടെക് മീറ്റപ്പിന്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 2000 ദിർഹംസ് ആണ്. ഇത് ആമസോൺ, നൂൺ പോലുള്ള സൈറ്റുകളിലെല്ലാം അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പുകൾ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ലോജിടെക് മീറ്റപ്പ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.